സഹോദരന് കിഡ്നി പകുത്ത് നൽകാനൊരുങ്ങി മണിമലയിലെ വ്യാപാരിയായ പ്ലാത്തോട്ടത്തിൽ സാബു എന്ന് വിളിക്കുന്ന ബേസിൽ PB. സാബുവിൻ്റെ ജ്യേഷ്ഠൻ ഫാദർ ബെന്നി പ്ലാത്തോട്ടത്തിലാണ് കിഡ്നി നൽകുന്നത്. ഫാദർ ബെന്നിയുടെയും സാബുവിൻ്റെയും രക്തഗ്രൂപ്പ് O നെഗറ്റീവാണ്. മറ്റ് സഹോദരങ്ങളുടെ ഗ്രൂപ്പ് O പോസിറ്റീവുമാണ്. 26-ന് എറണാകുളം ലിസി ആശുപത്രിയിലാണ് സർജറി. സാബു മറ്റാരുടെയും പ്രേരണയില്ലാതെയാണ് കിഡ്നി നൽകാൻ തയ്യാറായത്. ഈ പ്രദേശത്തെ തികച്ചും അനുഗ്രഹീതമായ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ 4 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഉള്ളത്. 4 പേരിൽ 3 പേര് വൈദികരാണ്. ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ MCBS സഭാംഗവും ഞാൻ വിൻസെൻഷൻ സഭാംഗവും കിഡ്നി ഓപ്പറേഷന് വിധേയമാകുന്ന ഞങ്ങളുടെ സഹോദരൻ ബെന്നിയച്ചൻ സലേഷ്യൻ സഭാംഗവുമാണ്. കിഡ്നി സ്വീകരിക്കുന്ന ഫാദർ ബെന്നി പ്ലാത്തോട്ടം ഗോഹട്ടിയിൽ ഡോൺ ബോസ്കോ പ്രൊവിൻഷ്യൽ അംഗമാണ്. അവിടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഫാദർ തോമസ് പ്ലാത്തോട്ടം ഇറ്റലിയിലും മറ്റൊരു സഹോദരനായ ഫാദർ ജോസ് പ്ലാത്തോട്ടം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ പത്തനംതിട്ട ചീങ്കൽ മൈലപ്ര സെൻറ്റ് ജോസഫ് പള്ളി വികാരിയുമാണ്. യാദൃശ്ചികമല്ലാത്ത ഒരനുഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെന്നിയച്ചൻ്റെ കിഡ്നി ഫെയിലുറായ അനുഭവവും ഡയാലിസിസും തുടർന്ന് നടക്കാനിരിക്കുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും. അത് ഞങ്ങൾ ദൈവാനുഗ്രഹമായിട്ടാണ് കരുതുക. ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ തികച്ചും ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ 5 പേരിൽ ഞങ്ങൾ ഇളയ സഹോദരന്മാർ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാകുന്ന ബെന്നിയച്ചനും അച്ഛൻ്റെ സഹോദരൻ സാബു ദൈവത്താൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട 2 പേരാണ്. 2 പേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണ്, O നെഗറ്റീവ്. അതുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടുകൂടി കിഡ്നി കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ ഇളയ സഹോദരൻ സാബു തയ്യാറായത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഞാൻ സാബു പ്ലാത്തോട്ടത്തിൽ ഞാൻ എൻ്റെ സഹോദരന് ഫാദർ ബെന്നി SDVക്ക് എൻ്റെ കിഡ്നി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഞാൻ പുള്ളിക്ക് കൊടുക്കാൻ പോയ അച്ഛന് കൊടുക്കുന്നു. അത് ഓപ്പറേഷൻ ഓഗസ്റ്റ് മാസം 26-ാം തീയതി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ 4 സഹോദരനും ഒരു സിസ്റ്ററുമാണ് ഞങ്ങൾക്കുള്ളത്. സിസ്റ്ററെ ഞങ്ങൾ കല്യാണം കഴിച്ചയച്ചു. ഞാൻ മണിമലയിൽ കട നടത്തുന്നു. എനിക്ക് 52 വയസ്സും ബെന്നിയച്ച 53 വയസ്സും. ഞങ്ങളിവിടെ ഇതിനകത്ത് ദൈവാനുഗ്രഹം കാണുകയാണ്. നിരുപാധികമായിട്ടും സർവ്വസമ്മതത്തോടുകൂടിയും കുടുംബത്തിൻ്റെ താല്പര്യത്തോടും കൂടി ഈ കിഡ്നി ബെന്നിയച്ചന് കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു മുൻ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ തികച്ചും മനസ്സിലാക്കുകയാണ്. ഒരു കുടുംബം ദൈവത്തോട് ചേർന്ന് നിന്നാൽ കുടുംബത്തിലെ എല്ലാ പങ്കുവയ്പ്പും ദൈവാനുഗ്രഹമായിട്ട് മാറുമെന്ന് ഞങ്ങൾ ഇതിലൂടെ തിരിച്ചറിയുകയാണ്. ഇനി സാബുവിൻ്റെ കിഡ്നി ബെന്നിയച്ചൻ്റെ പുരോഹിത ശരീരത്തിലേക്ക് കയറുകയും ദൈവത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുവാനായിട്ട് ബെന്നിയച്ചൻ്റെ ശരീരം പാകമാക്കുവാനായിട്ട് ദൈവം ക്രമീകരിച്ച ഒരു മഹത്തായ ഭാഗ്യത്തിൻ്റെ അനുഭവം കൂടിയാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മണിമലയിലെ വ്യാപാരി സമൂഹത്തിന് അഭിമാനമായി മാറിയ ബേസിലിന് നാടെങ്ങു നിന്നും അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വമനസാലെ മൂത്ത സഹോദരനായ ഫാദർ ബെന്നി പ്ലാത്തോട്ടത്തിലിന് വൃക്ക നൽകി മണിമലയ്ക്ക് മാതൃകയായ ബേസിലിനെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണിമല യൂണിറ്റ് കമ്മിറ്റി അനുമോദിച്ചു.